ഓക്കെ, അപ്പോൾ ഇന്ന് 7-ാം തീയതി ഞങ്ങളുടെ 24-ാം ദിവസം UK നിന്ന് യാത്ര തുടങ്ങിയിട്ട് 24-ാം ദിവസമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബറ്റൂമി, നമ്മുടെ ജോർജിയയിലെ ഒരു വൺ ഓഫ് ദി ബിഗസ്റ്റ് സിറ്റിയാണ് ബറ്റൂമി എന്നറിയപ്പെടുന്നത്. ഇത് ഇവിടുത്തെ ചെറിയൊരു ഹാർബറാണ്. ഹാർബറിലാണ് ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ ലേറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതും. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ഒരു ചരക്ക് കപ്പലാണെന്ന് തോന്നുന്നു. അവിടെ നങ്കൂരിട്ടിരിക്കുന്നത് ഉള്ളിലാണ്. ഒരു ചരക്ക് കപ്പൽ ഇങ്ങനെ നീങ്ങി പോകുന്നു. അതിന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അത് ഭയങ്കര സാധനമാണല്ലോ. അതിപ്പോൾ എവിടെ നിന്ന് ഞാൻ കണ്ടില്ല മുമ്പ് കേട്ടോ. ഓ, ഓക്കെ, അത് നീണ്ടു വരികയാണ്. അപ്പോൾ നമ്മുടെ ജോർജിയയെ പറ്റി 2 വാക്ക് പറയുവാണെങ്കിൽ, ജോർജിയ ശരിക്കും ജോർജിയ ബ്ലാക്ക് സീക്ക് സമീപവും റഷ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും തുർക്കിയുടെയും അർമേനിയയുടെയും അസർബൈജാൻ്റെയും അയൽ പ്രദേശവുമാണ്. ജോർജിയയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ടിബിൽസി എന്ന് പറഞ്ഞാൽ TBILSI. അതിന് തബിലിസി എന്ന് പറയും, ടിബിൽസി എന്ന് പറയും. എന്തോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കതിനെ പ്രൊണൗൺസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ പ്രൊണൗൺസ് ചെയ്യുന്നത് ടിബിൽസി എന്നാണ്. ഓക്കെ, അപ്പം 1918 ജോർജിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നാലും 1921 സോവിയറ്റ് യൂണിയൻ ജോർജിയയെ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ 1991 സോവിയറ്റ് യൂണിയൻ പിളർന്നപ്പോൾ ജോർജിയ വീണ്ടും സ്വതന്ത്രമായി. ജോർജിയ ഇപ്പോൾ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ്. യൂറോപ്പുമായി സാമ്പത്തികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ വളരെ നിലനിർത്തുന്നതാണ് ജോർജിയ. ജോർജിയയിൽ ക്രിസ്തുമതം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് AD 4-ാം നൂറ്റാണ്ടിലാണ്. ഇതോടെ ജോർജിയ ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തുമതം സ്വീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ലാറി, ലാംഗ്വേജ് ജോർജിയൻ ആണ്. അപ്പം ഇതൊക്കെയാണ് ജോർജിയയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ചെറിയ ഒരു വിവരണങ്ങൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് ചുറ്റും കാണാം, ഇവിടെ ഈ ഹാർബറിൽ ഇഷ്ടംപോലെ ഫിഷിംഗ് ബോട്ടും കപ്പലും കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് കടന്നിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം ചരക്ക് കപ്പലാണ്. മുമ്പ് കാണിച്ച പോലെ നമുക്ക് കാണുന്നത് കണ്ടത് വലിയ മലകൾ ചുറ്റുമുണ്ട്. അപ്പോൾ ഷോചേട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇന്നലെ നമ്മൾ ഇവിടെ ജോർജിയയിലേക്ക് വന്നപ്പോൾ നമ്മൾ ബോർഡർ പാസ് ചെയ്യാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. ഒരു വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ സാവിച്ചന് അവിടെ അതിനകത്തൊരു കൽപ്പെട്ടായിരുന്നു. ബിക്കോസ് സാവിച്ചനാണ് അവിടെ വണ്ടി ഓടിച്ചു വന്നത്. വണ്ടി ഓടിച്ച് അകത്തേക്ക് കയറ്റിയത്. ജോർജിയയിലേക്ക്, നമ്മുടെ ടർക്കിയിൽ നിന്നും ജോർജിയയിലേക്ക് കയറ്റിയപ്പോൾ സാവിച്ചനായിരുന്നു. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. അപ്പം അത് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഒരു നൈറ്റ് വ്യൂ ആണ്. ചെറിയ തോതിലുള്ളൊരു നൈറ്റ് വാക്കിന് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം കണ്ട ഒരു നല്ലൊരു ടൗൺ ആംബിയൻസോട് കൂടിയ ഇലുമിനേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണ എന്നാലും നല്ല അമ്പല ചുംബികളായ കെട്ടിടങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ സ്പെഷ്യാലിറ്റി. ഞാൻ പോവാം. ജസ്റ്റ് നീട്ടുണ്ട് മാരിയറ്റ് അല്ല, ഇത് മാരിയറ്റ് ഹോട്ടലാണ്. 41, 42 or 43 ഞങ്ങൾ എണ്ണി തെറ്റിപ്പോയിട്ടില്ലെങ്കിൽ. അമ്പോ, കോട്ടിയാട് മാരിയറ്റ് ഹോട്ടലാണിത്.
ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഞങ്ങൾ അവസാനിക്കുകയാണ്. ഞങ്ങളിത് ഡിന്നർ കഴിക്കുകയാണ്. ഡിന്നർ ഞങ്ങൾ കപ്പ പുഴുങ്ങിയായിരുന്നു. ഇന്നലെ പിടിച്ച മീൻ ഞങ്ങൾ വറുത്തു. പോരാത്ത സാൽമണും മേടിച്ചു. സാൽമൺ കറി വെച്ചു, സാൽമൺ വറുത്തു, കപ്പ പുഴുങ്ങി ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി താമസിച്ച് പോയി വീഡിയോ പിടിക്കാനായിട്ട് ഇപ്പോൾ ഓർത്തേ. അപ്പം ഇത് ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. സീ യു ടുമോറോ.